അന്ന സെബാസ്റ്റ്യനെ പോലെ ഞാനും ഒരു MNCയുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുടെ ഒരു വിക്ടിം തന്നെയാണ്. ആ സ്റ്റോറിയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. സോ ഡു ലിസൺ ആൻഡ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ദിസ് ഇസ് RJ ആൻഡപ്പൻ. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് രണ്ടാമത്തെ തിങ് ഇസ് ലൈക്ക്, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടെ ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാണ്. സാറാ ആൻഡപ്പൻ്റെ ആരെങ്കിലും ആണോ? എൻ്റെ ഫ്രണ്ടാ. അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. അല്ല, സാർ കഥ പറഞ്ഞു. ഒരിക്കൽ കൂടെ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ആൻഡ് ഒരുപാട് സന്തോഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അധികം സുഖമില്ലാത്തൊരു വാർത്തയാണ് അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളത്. ബിക്കോസ് ഒരു MNCയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാനത് വളരെ ചുരുക്കി പറയുകയാണ്. അവിടുത്തെ വർക്ക് പ്രഷറും വർക്ക് ലോഡും കാര്യം വളരെ യങ്ങായിട്ടുള്ളൊരു ഏജിൽ അറ്റാക്ക് വന്ന് നമ്മളെ വിട്ടുപോയ സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അന്ന സെബാസ്റ്റ്യൻ്റെ അമ്മയുടെ കത്ത്, അതൊക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു അല്ലേ. ഏതൊരു മനുഷ്യനും അത് വായിച്ച് പോകുന്നുണ്ടെങ്കിലൊക്കെ തന്നെ നമുക്കൊരു വിഷമം തോന്നും. ആൻഡ് ആ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു IT മേഖലയിലും MNCയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. ആൻഡ് എനിക്കറിയാം, ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും, ബിസിനസ് ആവട്ടെ, ഇനി ഈ പറയുന്ന പോലെ IT മേഖലയാവട്ടെ, ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, ക്രിയേറ്റീവ് സൈഡ് ആയിക്കോട്ടെ, അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രഷറുണ്ട്. ആൻഡ് ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയും ഒരു HR റൂൾസും ഒരു HR-ഉം ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന് വേണ്ടിയിട്ടോ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ദർ വിൽ ബി റൂൾസ്, പിന്നെ ബാക്കി കാര്യങ്ങൾ, സംഭവങ്ങളെല്ലാം ഒരു സൈഡിലുണ്ടാവുമെങ്കിൽ പോലും അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് കമ്പനിയെ ഡെവലപ്പ് ചെയ്യുക, കമ്പനി സക്സസ്ഫുൾ ആക്കുക, കമ്പനിക്ക് ഈ പറയുന്ന പോലെ സംഭവങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഇൻഡിവിജ്വലിന് എന്ത് പറ്റുന്നു, ഇൻഡിവിജ്വലിൻ്റെ മെൻ്റൽ സ്റ്റേറ്റസ് എന്താണ് എന്നുള്ളതിനൊന്നും ഒരുപാട് ഫോക്കസ് ഒന്നും ഒരു കമ്പനിയും കൊടുക്കാൻ പോകുള്ളൂ. അതൊക്കെ വെറുതെ പറച്ചിലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ലോഡ് തരും, വർക്ക് പ്രഷർ ഉണ്ടാവും. ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നിടത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം. ഞാൻ വളരെ എൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നായിട്ടുള്ളൊരു ജോലിയായിരുന്നു RJ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ആ ജോലിയിലേക്ക് എത്തിപ്പെട്ടത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊച്ചിയിൽ പോയി നിന്നിട്ടുണ്ട് എൻ്റെ PG കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. ഞാൻ ഡിഗ്രി പഠിച്ചത് ഹോസ്പിറ്റാലിറ്റിയും എയർലൈൻസും റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ദെൻ ഐ കംപ്ലീറ്റഡ് ഇൻ MSW. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അതിനുവേണ്ടി ഞാൻ കൊച്ചിയിൽ വേണ്ടി മാത്രം മാറി നിന്ന് കുറച്ച് കാലം വിപ്രോയിൽ വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ വരുന്നത്, ഈ ഒരു മേഖലയ്ക്ക് വരുന്നത്. അത്രയും ഞാൻ സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റോറീസോ എൻ്റെ സിറ്റുവേഷൻസോ പറഞ്ഞൊരു എമ്പതി ക്രിയേറ്റ് ചെയ്യാനൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലയിടത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി കേട്ടോ. കാര്യം, ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടാണ് ഞാൻ ഒരു RJ ആവാനായിട്ട് വന്നത്. പക്ഷെ അതെല്ലാം ആക്ച്വലി മിർച്ചിയുടെ എൻ്റെ 2ാമത്തെ വർഷത്തിൻ്റെ അവസാനത്തോടെ ആയപ്പോഴേക്കും പൊളിഞ്ഞു പോയി എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ആക്ച്വലി ട്രിവാൻഡ്രം സ്റ്റേഷനിൽ ഞാൻ വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതിൽ 2-3 കാര്യങ്ങൾ പറയാം കേട്ടോ. ഞങ്ങളുടെ ടീം ലീഡിന് എന്നെ റീപ്ലേസ് ചെയ്യപ്പെട്ട ഈ പറയുന്ന വിഷയങ്ങളെല്ലാം അവരുടെ പെർമിഷൻ ഇല്ലാതെ, അതായത് ഇതിലെ വിക്ടിംസിൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പേര് പറയില്ല. പക്ഷേ ഇതെല്ലാം അവരെന്നോട് ഷെയർ ചെയ്തിട്ടുള്ള സ്റ്റോറീസാണ്. ഒന്ന്, ഞാൻ മിർച്ചിയിൽ ആരുടെയോ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് വന്നത്. ആ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ആളുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ എൻ്റെ ടീം ഹെഡ് എന്ന് പറയുന്ന അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് അതിന് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ പോയ സമയത്ത് ടാർഗറ്റ് ചെയ്ത് കുറേ ഇൻസൾട്ടിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത് കൂടുതൽ പ്രഷർ കൊടുത്ത് അവസാനം അവർക്ക് മടുത്തിട്ട് പഠിക്കാൻ എന്നുള്ള രീതിയിൽ അവർ പോവുകയാണ് ചെയ്തത്. ആ ഒരു സ്പേസിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ വരുമ്പോൾ തന്നെ എനിക്കറിയാവുന്ന കുറേ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ പറയണ്ടായിരുന്നു, ഇടാം മിർച്ചി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് ടാർഗറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഭയങ്കര ചിലപ്പോൾ പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോട്ടെ, എന്ത് പ്രഷർ ഉണ്ടെങ്കിൽ എന്താണ്, കാരണം ഇത് എൻ്റെ പാഷനാണ്, ഇത് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എത്തി. ഈ പറയുന്ന പോലെ തന്നെ എല്ലാ IT കമ്പനിയിലും, വിപ്രോയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ IT കമ്പനിയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാവിധ ഊളത്തരങ്ങൾ മീൻസ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടീസ്, ടീം ഹെഡിൻ്റെ ഷോ ഓഫ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് IT-യിലുള്ളവർക്ക് എനിക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അല്ലാതെ അത് ഓൾമോസ്റ്റ് എല്ലാ വർക്ക് സ്പേസിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിവിടെ ഉണ്ടായിരുന്നു.
അതിങ്ങനെ പോയി. പിന്നെ ചിലർ പിടിച്ചതിന് മാത്രമാണ് 15 30 കൊമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് നിൽക്കണം കുറേ മണ്ടന്മാർ. സോ ഇതിൻ്റെ ഇടയിൽ വേണം നമ്മളിത് സർവൈവ് ചെയ്ത് പോകാൻ. അത് തന്നെ ഒരു പ്രഷറാണ് കേട്ടോ. നമ്മൾ എത്ര ക്രിയേറ്റീവ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊരു പ്രഷറാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരെ ബോഡി ഷെയ്മിങ്ങും ബാക്കി കാര്യങ്ങളും. ആൻഡ് ഈ പറയുന്ന ഞാൻ നിന്നിട്ടുണ്ടായിരുന്ന ആൾക്ക് ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ എപ്പോഴും നമ്മൾ ഓപ്പൺ ആയിരിക്കണം പല കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. ഇയാൾ കുറച്ച് ഭയങ്കര പ്രെജുഡൈസ് മൈൻഡുള്ള ഒരാളാണ്. ആൻഡ് ഈ പറയുന്ന പോലത്തെ എല്ലാ നെഗറ്റീവ് സംഭവങ്ങളും ആ സൈഡിലുണ്ട് കേട്ടോ. പക്ഷേ എന്നാൽ പുള്ളി 10 പേര് കൂടുന്നിടത്ത് നേരെ ഉൾട്ടയടിക്കുന്ന മനുഷ്യനുമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാൻ എന്തുകൊണ്ടാണ് RJ ജീവിതം വിട്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു സ്റ്റോറി മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. അതായത് ഞാൻ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്റ്റോറി മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന ഇപ്പം എൻ്റെ വൈഫാണ്. അവൾ ഒരു സ്ഥലത്ത്, ഞാനതിപ്പോൾ പറയുന്നില്ല, ഒരു വലിയ മോളിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോയി. അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്ന് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. അങ്ങനെ ഉണ്ടായ സമയത്ത് ആസ് ആൻ RJ അല്ല, ആസ് എ പേഴ്സൺ ഞാൻ അവിടെ പോയി സംസാരിച്ചു. അപ്പോൾ അവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരം ഉണ്ടായി. അപ്പം ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ മിർച്ചിയിലാണ്, ഞാനൊരു RJ ആണ് എന്ന് പറഞ്ഞു. ബിക്കോസ് ഇറ്റ്സ് മൈ ഐഡൻറ്റിറ്റി. അത് ഞാൻ പറയേണ്ട കാര്യമാണ്. അത് ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞു. അങ്ങനെ പോയി. ആൻഡ് അവളൊരു വീഡിയോ അവിടെ ഉണ്ടായ സംഭവങ്ങൾ, ബിക്കോസ് ഷീ വാസ് എ കണ്ടന്റ് ക്രിയേറ്റർ. ഇപ്പോഴും ഷീ ഈസ് ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പോൾ അവിടെ ഉണ്ടായ ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന കമ്പനിക്കും മെയിൽ അയച്ചു. അത് കഴിഞ്ഞ് വീഡിയോ ഇട്ടു, കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവിടെ എൻക്വയറി നടന്നു എന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെയൊക്കെ പോയി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതും എൻ്റെ കമ്പനിയിൽ ഒരു എൻക്വയറി വന്നു എനിക്ക് അഗൻസ്റ്റ് ആയിട്ട്. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടന്ന സംഭവങ്ങളും ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ അന്ന് സംഭവിച്ച് കഴിഞ്ഞ് ആദ്യം വിളിച്ച് പറഞ്ഞത് എൻ്റെ ടീം ഹെഡിനെയാണ്. എന്നിട്ട് എനിക്കൊരു കോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് ആക്ച്വലി ഒരു ബിസിനസ് നഷ്ടമായി, അതിന് കാരണം ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ഇതൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു അത് അങ്ങനെ വരാനൊരു കാര്യമില്ലല്ലോ, ബിക്കോസ് ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെയായിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ. കാരണം ഞാൻ മാക്സിമം ഈ ഫീൽഡിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇതെന്നെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ആൻഡ് എൻ്റെ ടീം ഹെഡിനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്ന സംഭവമാണ്, അതായത് അവളെ അന്ന് ഇൻസൾട്ട് ചെയ്ത സ്ഥലത്ത് ഞാൻ സംസാരിച്ചിരുന്നു. ആൻഡ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത സമയത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ പറയപ്പെടുന്ന മോൾ നമ്മുടെ ഒരു ക്ലൈൻ്റ് ആയിരുന്നു എന്നുള്ളത്. എനിക്കറിയത്തില്ലായിരുന്നു. നമുക്കറിയാൻ പാടില്ലല്ലോ, നമ്മൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്നില്ല. സോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു സംഭവം. അങ്ങനെ എൻ്റെ ഇതും പറഞ്ഞുകൊണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ഹെഡിനോട് ഇത് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിഷയം കൂടെ ആയിരുന്നു. അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെഡ് പറഞ്ഞത് ഇത് ഭയങ്കര തെറ്റാണ്, നീ ചെയ്തത് ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞുകൊണ്ടപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇയാളപ്പോൾ ആ സമയത്ത് പുള്ളി സേഫ് ആവാൻ വേണ്ടിയിട്ട് എന്നെ അന്ന് ഇരയാക്കായിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ ഉൾട്ടടിച്ചു. അന്നാണെങ്കിൽ ഞാൻ ഈ കോളിൽ പറയുന്ന സാധനമൊന്നും ഇയാൾ ഈ പറയുന്ന പോലെ മാറ്റി പറയുന്ന പോലെ നമ്മളായിട്ട് റെക്കോർഡ് ചെയ്യുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട്, കാരണം ആ സമയം തന്നെ ഒരുവിധം ഞങ്ങളുടെ സ്റ്റേഷനിൽ 2 RJs ഉള്ളൂ. നല്ല പണിയെടുത്ത് മനുഷ്യൻ ഊപ്പാടും പതപ്പാടും വന്നിരിക്കുകയായിരുന്നു. കാരണം അത്രയും വർക്ക്. നിങ്ങൾക്ക് വിചാരിക്കണമല്ലോ സീസൺ ടൈമൊക്കെ ആയി കഴിഞ്ഞാൽ RJസിന് വൈകുന്നേരം വരെ വീട്ടിലിരിക്കണം. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പ്രഷർ അടിച്ച് മടുത്തിരിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് എൻ്റെ കല്യാണം ഫിക്സ് ആവുന്ന സമയമാണത്, ഡേറ്റ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം മൊത്തത്തിൽ പ്രഷർ അടിച്ചിരിക്കുന്ന സമയമായിരുന്നു എനിക്ക്. ആ സമയത്ത് ഇതും കൂടെ അടിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നതിന് മുകളിലേക്കായിരുന്നു. അപ്പം ഞാൻ ഈ വിഷയം ഇത് വെച്ചിട്ട് ഞാൻ റിസൈൻ ഇട്ടു. പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെയാണ് എഴുതിയത്. അപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ചിട്ട് ഞാനിപ്പോൾ എന്തിനാണ് ഈ ഇൻസിഡൻറ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് ഞാൻ HR-ന് മെയിൽ അയച്ചു. അങ്ങനെ HR-ൻ്റെ കോൾ എനിക്ക് വന്നത്, ഞാൻ വീണ്ടും HR-നെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടാണ് ഞാനൊരു മീറ്റിംഗ് വെച്ച് എനിക്ക് ഇന്ന ദിവസം തന്നെ ഇറങ്ങണം, ഇതിൽ കൂടുതൽ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ടാണ് ഇരുന്നത്. ഇതിന് കാരണമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ സംഭവം, ക്ലയൻറ്റിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആവുമല്ലോ എന്നുള്ളത്. മിർച്ചിയുടെ അവിടെ നിന്ന് ഞങ്ങളുടെ ടോപ്പ് ഹെഡ് ഡൽഹിയിലും മുംബൈയിലും ഒക്കെ കോള് പോയി ഇതിനെപ്പറ്റി സംസാരങ്ങളൊക്കെ ഉണ്ടായി. അവിടെ നിന്നും കേരളത്തിൻ്റെ ഹെഡും എന്നെ വിളിച്ച് പറഞ്ഞത്, എൻ്റെ അപ്പം ഇതിൽ നിൻ്റെ പേരിൽ വേറെ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല, സോ അപ്പോൾ അതുകൊണ്ട് നീ അതിൽ കാര്യമൊന്നും ആക്കണ്ട, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറയപ്പെടുന്ന വ്യക്തി, എൻ്റെ ടീം ഹെഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇതിന്
നീ ശരിക്കും പേ ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നമ്മുടെ ക്ലയൻറ്റാണ്, നമുക്കൊരു വലിയ വർക്കാണ് പോയത്, ഇതിന് നീ ഇൻഡയറക്റ്റ് ആയിട്ട് സോറി പറയേണ്ടി വരും. ഇങ്ങനെ ഈ പുള്ളി സംസാരിക്കുന്ന രീതി ഇങ്ങനെയല്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് സോറി പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ എന്നെ അന്ന് ഈ പറയുന്ന ഞങ്ങളുടെ ഓൺ എയർ അല്ലാതെ ബാക്കപ്പ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഇരുത്തി ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ആൻഡ് ഇയാളെ കുറിച്ച് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ പുള്ളിക്ക് മെയിൽ അയക്കുന്നത്. ഇതിന് മുന്നേ കുറച്ച് ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ കേസ് ഞാൻ പറഞ്ഞു, ഇയാളുടെ പേരിൽ, ഈ ഹെഡിൻ്റെ പേരിൽ 2-3 സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഞാനിത് 2 വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പോൾ ഇതിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല. പക്ഷെ എന്നാലും ഞാൻ ഒരാളുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ട്രിവാൻഡ്രം സ്റ്റേഷനിൽ വരുന്നത്. ആ പുള്ളിക്കാരിയെ ബോഡി ഷെയ്മിങ് ചെയ്ത്, വർക്ക് പ്രഷർ കൊടുത്ത്, ടോർച്ചർ ചെയ്ത്, ഇൻസൾട്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരി മുറിച്ച് വിട്ടുപോയത് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ള കാര്യം. ഇത് അവരുടെ പെർമിഷനിലൂടെ അല്ല കേട്ടോ ഞാൻ അവരുടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ വ്യക്തിയെക്കുറിച്ച് ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഒരു പുള്ളിയുടെ അച്ഛൻ മരിച്ചു. നമ്മുടെ ഒപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരൻ്റെ അച്ഛൻ മരിച്ചു. ആ സമയത്തും ഈ പുള്ളിക്കാരനെ വിളിച്ച്, അതായത് അച്ഛൻ മരിച്ച ആളെ വിളിച്ച് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികം ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, തിരിച്ചു പറഞ്ഞാൽ ഇവിടെ സീസൺ ടൈമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വൻ സീനായിരുന്നു. എൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെകളടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും. പുള്ളി അത് പിന്നെ അധികം സംസാരിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ ആ ഇൻസിഡൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് മീറ്റിങ്ങിൽ പറയുകയും ചെയ്തതാണ്. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരാളുടെ അച്ഛൻ മരിച്ചിരിക്കുന്ന സമയം എന്നൊക്കെ പറയുന്നത് ഒരു അച്ഛനുള്ളവന് അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്ന ഒരു സിറ്റുവേഷനാണ്. എസ്പെഷ്യലി നമ്മുടെ പാരൻറ്റോ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ അറിയാമല്ലോ. അത് കഴിഞ്ഞ് വേറൊരു ഇൻസിഡൻറ്റിൽ ഞങ്ങളുടെ PP പ്രോഗ്രാമിംഗ് പ്രൊഡ്യൂസറെ ഐ എം നോട്ട് സേയിങ് അതൊരു ഇൻസൾട്ടിങ് സിറ്റുവേഷൻ ആണെന്ന്. പക്ഷേ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ അറിയാം, ചിലർക്ക് ആർ യു ഗേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന കുറേ പേരുണ്ടാവും. ആർ യു ഗേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ PPയുടെ ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ട് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ ഞാൻ ആ സമയത്തിരുന്ന സമയത്ത് പോട്ടെ എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോഴേ നമുക്ക് പ്രഷർ അടിച്ച് കയറിയിരിക്കുകയാണ്. ഒന്നാമത് 2 RJ ഉള്ളൂ, നമുക്ക് പറഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുതൽ വർക്ക് എടുക്കണം, ഒരുപാട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, കാര്യങ്ങൾ, ലീവില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം മാറിയിട്ടാണ് നിൽക്കുന്നത്, ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ട്രിവാൻഡ്രത്താണ്, എനിക്ക് ആരുമില്ല. ഭയങ്കര പ്രഷറായിരുന്നു. ഭയങ്കര പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയുന്നുണ്ട് ഞാൻ എങ്ങനെ അതൊക്കെ ആ ടൈമിൽ സർവൈവ് ചെയ്തെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാം. ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. എൻ്റെ ഷോയിൽ അടക്കം അത് ബാധിച്ചു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ അതിങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സംഭവം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ അന്ന സെബാസ്റ്റ്യനൊക്കെ സംഭവിച്ചതുപോലെ തന്നെ എനിക്ക് അറ്റാക്കോ അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഞാൻ തന്നെ മരിച്ചു പോകുന്നുള്ള സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഒരു നെടുനീളൻ മെയിലൊക്കെ ഇട്ടിട്ട് ഞാനങ്ങ് ഇറങ്ങി. ഞാനന്ന് വാശി പിടിച്ച് അടുത്ത ദിവസം ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ്. അതിൻ്റെ പേരിൽ കുറേ എന്നെ ലീഗലി ഇത് കറക്റ്റൊന്നും അല്ല, അതാണെന്നാണ് ഞാൻ. എന്നിട്ട് വക്കീലന്മാരെ ഇവിടുന്ന് സുപ്രീം കോടതിയിൽ നിന്നും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണ നമ്മുടെ കൂട്ടുകാരൻ്റെ ചേട്ടന്മാരെയും ഇവരെയൊക്കെ വിളിച്ച് അവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടൊക്കെയാണ് ഞാനിത് ചെയ്തത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തോരം പ്രഷറാണ്. ഒരു വർക്കിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന പോലെ സംഭവങ്ങൾ ഉണ്ടാകുന്നു, ഒരാളുടെ പേരിൽ എത്രയോ പേര് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു, അയാളുടെ പേരിൽ ഒരു ആക്ഷൻ ഉണ്ടാവണില്ല, ഞാനും മെയിൽ അയക്കണം, അതിൻ്റെ പേരിൽ ഒരു തേങ്ങ ഉണ്ടാവണില്ല. എന്നിട്ട് ഈ HR കോൾ എനിക്ക് വരുന്നത് ഭയങ്കര ലേറ്റായിട്ടാണ്. ഞാനതെല്ലാം അന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ലേറ്റായിട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിലിട്ട് ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ HR-നെ വിളിച്ചിട്ട് എനിക്ക് എന്നാണ് ഈ കോൾ തരാൻ പോകുന്നത്, കാരണം എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഇന്ന ദിവസം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാശി പിടിച്ചാണ് ഞാൻ ഇറങ്ങിയത്. ആ സമയത്ത് എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടൊരു ദേഷ്യമായിട്ട് ഇറങ്ങരുത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കേരളത്തിലെ ഹെഡ് എന്നോട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ അന്നും ഞാൻ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന ആളുടെ പേരിൽ ആദ്യമായിട്ടല്ല കംപ്ലയിൻറ്റ് ഉണ്ടാവുന്നത്, ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ പറയുന്നത് പോലെ കംപ്ലയിൻറ്റ് പറയുന്നവർ അവിടെ നിന്ന് ഇറങ്ങി പോവുക എന്നുള്ളതല്ലാതെ ആ പറയുന്ന വ്യക്തിയുടെ പേരിൽ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരു ആക്ഷനും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. എന്തായാലും ഉണ്ടായിട്ടില്ല, പുള്ളി ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു വിക്റ്റിമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു FM സ്റ്റേഷനിൽ പോയി, ഓൾമോസ്റ്റ് ഫൈനൽ റൗണ്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ പാക്കേജും കാര്യങ്ങളെല്ലാം സംസാരിച്ചു, എല്ലാം സെറ്റായിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു.
പിന്നെ അപ്പോൾ എനിക്ക് അതിലെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചിട്ട് ഞാൻ അവിടെ അറിയാവുന്ന കുറച്ച് പേരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് മിർച്ചിന്ന് വിളിച്ചപ്പോൾ ഭയങ്കര ഷോകമായിട്ടാണ് പറഞ്ഞത് ബ്രോയിനെ പറ്റിയിട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ പോട്ടെ, ഞാൻ അപ്പം ഇറങ്ങിയ സമയത്ത് തന്നെ എന്നെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്കൊരു ഇൻസൾട്ടിങ് അല്ലേ, അല്ലെങ്കിൽ പുള്ളിയാണെങ്കിലും വിചാരിക്കില്ലോ ഓ ഇവന് അത്രയും കഴിവുള്ളവനാണ്, അവനെ അങ്ങനെ കയറ്റണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞും പലയിടത്തും ഞാൻ അല്ലാതെ വർക്കുകളൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ഫ്രീലൻസ് ആയിട്ട്. അവിടെ വിളിക്കുക, ആൻ്റപ്പൻ ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണോ വർക്ക് ചെയ്യുന്നത്, ഞങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി വിട്ടാണ് കേട്ടോ എന്നൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയുകയാണ്. ഇതൊന്നും എൻ്റെ കയ്യിൽ പ്രൂഫില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാനും പോയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നും വിശ്വസിച്ചത്, ഞാൻ ആ പേപ്പർ ഇട്ടിറങ്ങാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് എനിക്ക് ഈ പറയുന്ന പോലെ സ്വപ്ന ജോലിയാണ് RJ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ജീവിതമാണ് എനിക്ക് വലുതെന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാനത് നിർത്തി, ഞാൻ ചാടി. അതുകൊണ്ട് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കണം. അല്ലെങ്കിൽ എനിക്ക് വല്ല പ്രാന്തം വന്ന് അല്ലെങ്കിൽ ഒന്നിനും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു റെസ്പെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ സാധനം ബ്രേക്ക് ചെയ്യാനായിട്ടോ അതിനെ ഇല്ലാതാക്കാനോ ഞാൻ ഒരു പട്ടിയെ സമ്മതിക്കില്ല. അത് ഒരുവിധമൊക്കെ കുറേയൊക്കെ ഞാൻ ചിലപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പൈസ വേണം എന്നുള്ള തോട്ടലൊക്കെ നമ്മൾ കൊണ്ടുപോകും. പക്ഷേ അതൊക്കെ ഒരു ഇത് കൂടുതൽ വേണമെങ്കിൽ പിന്നെ പോടറൊക്കെ അവിടെ നിന്നിട്ട് പോകാൻ പറ, വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ജീവിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ കഥയെല്ലാം പറഞ്ഞതിന് ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും ഒരു കമ്പനിയും ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തൊന്നും വരില്ല. അന്നാ സെബാസ്റ്റ്യൻ്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിലും അവരും ഒരുപാട് കംപ്ലയിൻസും കാര്യങ്ങളും ഒക്കെ റേസ് ചെയ്തിട്ടുണ്ട്. ഇനി അവർ മാത്രമല്ല, ആ കമ്പനിയിലുണ്ടായിരുന്ന പലരും ഈ പറയുന്ന പോലെ വർക്ക് ലോഡും ലീവ് കിട്ടായ്മ ബാക്കി സംഭവങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ആക്ഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല? കമ്പനിക്ക് എന്നും വലുത് കമ്പനി തന്നെയാണ്. അതിൻ്റെ സ്റ്റാഫിൻ്റെ ഹെൽത്തോ ലൈഫോ ഇതൊന്നും ഒരിക്കലും ഒരു കമ്പനിയെ ബാധിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലുത്. അതുണ്ടെങ്കിലേ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ, അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, അതുണ്ടെങ്കിലേ ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ അത് നമ്മളെ കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ സന്തോഷം നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ആദ്യമേ എടുക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് അന്നാ സെബാസ്റ്റ്യൻ്റെ വിഷയം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് പറയണം എന്ന് എനിക്ക് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് RJ ജീവിതം വിട്ടു എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാക്സിമം വിടുന്നതാണ്, ഒഴിവാക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആരുടെയും സിമ്പതിയോ ആരുടെയും എമ്പതിയോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ എനിക്ക് എന്താ ഫൈറ്റ് ചെയ്യാൻ അറിയാൻ പാടിഞ്ഞിട്ടാണ്. എൻ്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ എൻ്റെയൊക്കെ വീട്ടിൽ കയറി ഞാൻ ഇടിച്ചേനെ. പക്ഷേ ഞാൻ ചെയ്യൂല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും RJ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് ക്ലബ് FM-ൻ്റെയും പോയി ഫൈനൽ റൗണ്ടിൽ എന്നോട് പറഞ്ഞത് എന്നോട് വേറൊരു പുള്ളി വിളിച്ചപ്പോൾ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ പറഞ്ഞു ലൈക്ക് ഞാൻ എവിടെയും സ്റ്റിക്ക് ഓൺ ചെയ്യില്ല, ഭയങ്കര ചാടി പോകുന്ന, അതാരാണ് അവരെ വിളിച്ച് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, സ്റ്റിക്ക് ഓൺ ചെയ്യില്ല, ചാടി പോകുന്നൊരു ടൈപ്പ് ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആകെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു എന്ന് പറയുന്നത് 2 years മിർച്ചിയിൽ മാത്രമാണ്. എന്നിട്ട് അങ്ങനെ ഒരു തോട്ട് വന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇന്നും ഞാൻ ട്രൈ ചെയ്യും, ഇനിയും ഞാൻ ട്രൈ ചെയ്യും. ബിക്കോസ് അത് എൻ്റെ സ്വപ്നം തന്നെയാണ്. അത് എനിക്ക് പറ്റാവുന്ന അത്രയും കാലം ഞാൻ ട്രൈ ചെയ്യും. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ എന്താ പിന്നെ പോട്ടെ, എന്താ വേറെ വർക്ക് ചെയ്യില്ല എന്നാൽ ജീവിക്കാനുള്ളത് ഞാൻ എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റേ നർക്കോട്ടിക്സ് അങ്ങനെയൊന്നുമല്ല, അല്ലാതെ പോകേണ്ട വഴിക്കൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ ശ്രമിച്ചത് കുറേ പേരുടെ ചോദ്യങ്ങളുണ്ടായിരുന്നു. സോ അപ്പോൾ അതിനൊരു ഉത്തരം. സെക്കൻഡ് തിങ് ഇസ് ലൈക്ക് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. എല്ലാ മേഖലയിലുള്ള ജോലികൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രഷറും അതിൻ്റേതായിട്ടുള്ള കുത്തിത്തിരിപ്പുകളും അതിൻ്റേതായിട്ടുള്ള എല്ലാ കൊനഷ്ടകളും ഉണ്ടാവും. അതിനെ മാനേജ് ചെയ്യേണ്ടത് നമ്മളാണ്. ബിക്കോസ് ജീവിക്കുന്നത് നമ്മളാണ്, നമ്മുടെ ലൈഫാണ്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ പാരൻസിന് അത് മനസ്സിലായി എന്ന് വരില്ല, നമ്മുടെ ലവ്ഡ് വൺസിന് ഇത് മനസ്സിലായി എന്ന് വരില്ല. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവും. എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാതെ സ്വന്തം സന്തോഷത്തിനും സ്വന്തം കാര്യങ്ങൾക്കും വേണ്ടി ഇനിയെങ്കിലും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസും താഴെ കമൻ്റായിട്ടൊന്ന് ഇടാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ പിന്നെ സൈനിങ് ഓഫ്.
പീസ് ഔട്ട്. ആൻഡ് വൺ മോർ തിങ്, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയം എനിക്ക് എവിടെയും പ്രശ്നമാക്കണം എന്നുള്ളത് കൊണ്ടല്ല. അങ്ങനെ ആക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആ വ്യക്തിക്കെതിരെ മെയിൽ അയച്ചുകൊണ്ട് തന്നെയാണ് മിർച്ചിന്ന് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അത് അവരുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും, മിർച്ചിയുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ എനിക്കൊരു അതിൻ്റെ ഇടയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിർച്ചിയുടെ ഹെഡിൽ നിന്ന് പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രശ്നമല്ല, എൻ്റെ ഒപ്പം നിൽക്കണം എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും ഇവിടുത്തെ സിറ്റുവേഷനും ഈ ഹെഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അറിയില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രോപ്പർ എൻക്വയറി അവർ നടത്തുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഫീൽഡിൽ നിന്ന്, ഒരു ട്രാക്കിൽ നിന്ന് ഞാൻ ഏറ്റവും പീക്കിലേക്ക് എത്തേണ്ട ഒരു സമയത്ത് നിന്ന് എനിക്ക് മാറേണ്ടതായിട്ട് വന്നു. ഇപ്പോഴും ഞാൻ സ്ട്രഗ്ലിങ്ങിലാണ്, ബട്ട് ഐ എം ഹാപ്പി ബിക്കോസ് ഐ ഡു ഹാവ് ദിസ് ചാനൽ. ഇത് ഞാൻ എന്തായാലും ഒരു ദിവസം ഈ ഇടയ്ക്ക് വെച്ച് വീഡിയോ ഒന്ന് സ്റ്റക്കായിപ്പോയി. ഇത് എൻ്റെ സ്ഥിരം പരിപാടിയാണ്. പക്ഷെ എന്നാലും പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇത് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. സോ ഇപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് ഒരുപാട് സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പണിയെടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്ത് സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പണിയെടുക്കും. എന്തെങ്കിലും ഒരു നാൾ ഈ ചാനൽ ഞാനൊന്ന് ഹിറ്റാക്കി എടുക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് എൻ്റെ സ്റ്റോറിയും എൻ്റെ സ്ട്രഗിളും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ വിഷമങ്ങളും എൻ്റേത് മാത്രമാണ്. അത് എത്രയൊക്കെ പറഞ്ഞാലും മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അൺടിൽ ഞാൻ സക്സസ്ഫുള്ളായി മറ്റൊരാൾ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പൊസിഷനിൽ എത്തുന്നവരേക്കും നമ്മുടെ ഇതെല്ലാം എല്ലാവർക്കും ഒരു തമാശയായിരിക്കാം. സോ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ലവ് യുവർ സെൽഫ് ഫസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ലവ് യുവർ സെൽഫ്. സെക്കൻഡ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനും ഈ ലോകത്ത് ഒരു സൊല്യൂഷനുണ്ട്, എന്തിനും. അതുകൊണ്ട് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പരിപാടി ഈ ലോകത്തില്ല. സോ അത് കാരണം കൊണ്ട് നമ്മൾ മരിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെയോ ഇരിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും സൊല്യൂഷനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വളരെ ചില്ലായിട്ട് ലൈഫിലെടുത്ത് കുപ്പിച്ചില്ലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. വൺ ഡേ സക്സസ് വിൽ കം. ആ ഒരു വിശ്വാസം എപ്പോഴും കീപ്പ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡ് അപ്പൻ സൈനിങ് ഓഫ്.